ഒരുപാട് ആളുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കുന്ന ഒരു കാലമാണിത്. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് പഠിക്കുന്നുണ്ട്, അവരുടെ കൂട്ടത്തിൽ പോയിട്ട് പഠിക്കുന്ന ആളുകളുണ്ട്, സ്വന്തമായിട്ട് എന്തെങ്കിലും പഠിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുത്ത് പഠിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ കോഴ്സ് പഠിച്ച് കഴിഞ്ഞിറങ്ങുമ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു നോളജ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശരിക്കും അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വ്യക്തിക്ക് അറിയണം എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഇത് പഠിക്കുന്നത് എന്നുള്ളത് പഠിക്കാൻ പോകുന്ന വ്യക്തിക്ക് കറക്റ്റായിട്ട് അറിയണം. പലപ്പോഴും അത് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അവരെന്തോ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മറ്റ് കോഴ്സുകളെ പോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇങ്ങനെ ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് യാതൊരു ഗുണവുമില്ല. ആസ് എ ബിസിനസ് ഓണർ ഞാൻ ഒരുപാട് ആളുകളെ ഇൻ്റർവ്യൂ എടുക്കാറുണ്ട്. ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റ് നമ്മുടെ ടീമിലേക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് ആളുകളെ ഇൻ്റർവ്യൂ എടുക്കാറുണ്ട്. വ്യക്തമായിട്ട് ഇവർക്ക് ഒന്നും അറിയില്ല. എന്തോ ഇവർക്ക് SEO ചെയ്യാം, ഈ പറയുന്ന അല്ലെങ്കിൽ മെറ്റാ ആഡ്സിൻ്റെ എന്തൊക്കെ അറിയാം, അതല്ലാതെ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റ്. ഇപ്പം നമ്മളുടെ ഒരു ബ്രാൻഡിന് വേണ്ടി അവരുടെ അടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് അറിയേണ്ട ഒരു കാരണം, ഒരു ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റും കൂടെ ആവണം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചുമ്മാ ഒരു കോഴ്സ് പഠിച്ചു 6 മാസമോ 3 മാസമോ പഠിച്ചിട്ട് ഒരു കമ്പനി പോയി ഇന്നത്തെ കാലത്ത് ജോലി കിട്ടില്ല. കാരണം ഒരുപാട് ആളുകൾ ഇത് പഠിക്കുന്നു, നല്ലൊരു കോമ്പറ്റീഷൻ ഉള്ളൊരു മേഖലയായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പം നമുക്ക് വ്യക്തമായിട്ട് അറിയണം ഇതിനകത്ത് എന്തൊക്കെ പഠിക്കുന്നുണ്ട്, എന്ത് പഠിച്ചാലാണ് നമുക്ക് ഇതിനകത്ത് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിലേക്ക് എത്താൻ പറ്റുമോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് പഠിക്കുന്നതിന് മുമ്പേ നമ്മൾ അറിയണം. ഈ കാര്യങ്ങളൊക്കെ ഇന്ന സ്ഥലത്ത് പോയി പഠിച്ചാൽ എനിക്ക് കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ കിട്ടിയാൽ മാത്രം പോരാ, ഇത് കിട്ടിയാൽ ഇത് പ്രാക്ടിക്കലി എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്കിത് എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ കോഴ്സ് ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ട് കാര്യമുള്ളൂ. നമുക്കറിയാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണ്. നമുക്ക് ഏറ്റവും ചെറിയ പൈസക്ക് നമ്മുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ലോകത്തിൻ്റെ ഏത് അറ്റത്തേക്ക് വേണമെങ്കിൽ നമുക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഡിജിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അല്ലേ, ഒരുപാട് കാലമായിട്ട് പതുക്കെ എക്സ്പാൻഡ് ചെയ്ത് വന്നൊരു മേഖലയല്ല. ശരിക്കും പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ വളരെ കുറഞ്ഞ വർഷം കൊണ്ട് തന്നെ എക്സ്പാൻഡ് ചെയ്തൊരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു മേഖലയിലോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളിത് എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അത് മറ്റേതെങ്കിലും ഫേമുകളിൽ കയറി ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണോ പഠിക്കുന്നത്? ഇങ്ങനെ പഠിക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് നമ്മളുടെ മൈൻഡിൽ വെക്കുക. ആ ഒരു ബിസിനസ്സിലേക്ക് പോകുമ്പോൾ ആ ഒരു ബിസിനസ് ഈ പറയുന്ന ഈ ഒരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ആ ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ലീഡ്സ്, അല്ലെങ്കിൽ ആ ബിസിനസ്സിനെ നമ്മുടെ ഈ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ വേൾഡിൽ തന്നെ അറിയപ്പെടുന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി എന്നെ സംബന്ധിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ ഒരു ബേസിക് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ച് നമ്മൾ പോയി അല്ല ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അത് പഠിക്കുന്നതിലുപരി നമ്മളൊരു ബിസിനസ് എടുത്ത് ആ ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് ചോദിച്ച് പഠിക്കാൻ നമുക്ക് പറ്റണം. എന്നുവെച്ചാൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും അല്ല ഇത് പഠിപ്പിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരു ബേസിക് കോമൺ സിലബസ് ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ആ സിലബസ് പഠിച്ചിട്ട് നമുക്ക് പോയിട്ട് കാര്യമില്ല. ആ സിലബസിനകത്ത് നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, ആ രീതി നമ്മൾ പഠിക്കാൻ പോകുന്നൊരു വ്യക്തി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നോർമൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 3 months 6 months കോഴ്സ് എടുക്കുക നോർമലി ഇത് തന്നെയാണ് ഡ്യൂറേഷൻ. ഈ ഒരു കോഴ്സ് എടുക്കുമ്പോൾ ഇതിനകത്ത് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഈ ടോപ്പിക്സ് ഇന്നൊരു ബിസിനസ് ആണെങ്കിൽ അത് ഏത് രീതിയിൽ എനിക്ക് അതിനകത്തോട്ട് യൂസ്ഫുൾ ആവും എന്നുള്ളൊരു ഐഡിയ പഠിക്കാൻ പോകുന്ന ആൾക്ക് വേണം. അതല്ലാത്ത പക്ഷം നോർമലി നമ്മൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ആളുകൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു ബിസിനസ്സിനെ കുറിച്ച് എൻ്റെ ബിസിനസ് ഇതാണ്, ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. എനിക്ക് മെറ്റാ ആഡ്സ് അറിയാം, അല്ലെങ്കിൽ ഗൂഗിൾ ആഡ് എനിക്ക് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന് പറയുന്നതുപരി സാറിൻ്റെ ബിസിനസ് എഡ്യൂക്കേഷനാണ്. സാർ ഈ എഡ്യൂക്കേഷണൽ ബിസിനസ് ചെയ്യുമ്പോൾ മെയിൻലി സാറിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ഇന്ന കാറ്റഗറിയാണ്. ഈ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സാറിന് ഇന്ന രീതിയിൽ ആഡ്സ് വരണം. അതുപോലെ ഇന്നൊരു ഏജ് കാറ്റഗറിയിലുള്ള ടാർഗറ്റ് ഓഡിയൻസിനെ വെച്ചിട്ട് വേണം നമ്മൾ ഈ പറയുന്ന മെറ്റാ ആഡ്സ് യൂട്യൂബിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഗൂഗിളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അതല്ലാതെ നമുക്ക് ഏത് രീതിയിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നമുക്ക് ഏത് രീതിയിൽ ബിൽഡ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ളൊരു കോമൺ, അത് പല ഒരു ബിസിനസ് എന്നല്ല, ഇത് പഠിക്കുന്ന ആളുകൾ കുറച്ച് ബിസിനസ്സുകൾ എടുത്ത് ആ ഒരു
മോഡൽസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാം ഇപ്പോൾ ഏതൊരു കമ്പനി എടുക്കുക, ഇപ്പോൾ ചെറിയൊരു പെട്ടിക്കട എടുക്കുകയാണെങ്കിൽ പോലും അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടാകുന്നുണ്ട്. ഏതൊരു കമ്പനി ആണെങ്കിലും ഈവൻ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, സർവീസ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് സെയിലിംഗ് ഇൻഡസ്ട്രി, നമ്മുടെ ചുറ്റുവട്ടം കാണുന്ന ഏത് ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ വേണം. എന്നുവെച്ചാൽ ആ കമ്പനിയിലുള്ള പ്രൊഡക്റ്റോ സർവീസസോ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ്. മെറ്റ ആഡ്സ്, ഗൂഗിൾ ആഡ്സ് അല്ലേ, അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ ആഡ്സ് ഒക്കെ നമുക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഇപ്പം ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറയുന്ന വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ടൊന്നുമല്ല നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക ആളുകളും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളുടെ ബിസിനസ്സിലേക്കുള്ള അറിയാലോ, അത്യാവശ്യം ഈ പറയുന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ നമുക്കൊരു ഇനീഷ്യൽ എക്സ്പെൻസ് ഉണ്ട്. ആ എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ മറ്റുള്ള സ്റ്റാഫുകളെല്ലാം ഹയർ ചെയ്യുന്ന സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കുമ്പോൾ അതിലേക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിക്വയർമെൻറ്റ് വരുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് SEO അല്ലെങ്കിൽ മെറ്റ ആഡ്സ്, ഗൂഗിൾ ആഡ്സ്, മറ്റ് സോഷ്യൽ മീഡിയ ആഡ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണം. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരാളെ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അയാൾ പറയുന്ന റിക്വയർമെൻറ്റ് നമുക്ക് ആദ്യം അടുത്ത ആൾ ഈവൻ ഒരു എഡിറ്റർ വേണം, വീഡിയോ എഡിറ്റർ വേണം എന്ന് പറയും. വീഡിയോ എഡിറ്റർ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അയാൾക്ക് ഈ പറയുന്ന വീഡിയോ എഡിറ്റിംഗ് മാത്രമേ അറിയത്തുള്ളൂ. ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല, ഞാൻ എഡിറ്റിങ്ങിനകത്ത് എനിക്ക് സ്കില്ലുള്ളൂ, എനിക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ മറ്റ് ബ്രോഷർ ഡിസൈൻ ചെയ്യാൻ അറിയില്ല എന്നുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ഗ്രാഫിക് ഡിസൈനറെ എടുക്കണം. ഗ്രാഫിക് ഡിസൈനറെ എടുക്കുന്ന സമയത്ത് ഈ പറയും വീഡിയോ ഇപ്പോൾ ഒരു നന്നായിട്ട് പ്രസൻറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന, നമ്മളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ നമ്മൾ എടുക്കണം എന്ന് പറയും. അപ്പോൾ നമ്മളൊരു വീഡിയോ പ്രസൻറ്ററെ നമ്മൾ എടുക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന അപ്പോൾ അടുത്ത ആൾ പറയും ക്യാമറ, നമ്മളെങ്ങനെ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത്, നമുക്കൊരു ക്യാമറാമാൻ വേണമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു റിക്വയർമെൻറ്റ് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ മാത്രം വരുവാണ്. എല്ലാവരും നമുക്ക് ഒരാളാക്കാൻ പറ്റുമെന്നുള്ളതല്ല, എന്നാലും ഇന്നത്തെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കമ്പനീസ് അയാൾക്കായിരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ കമ്പനിയിൽ ഒരാൾ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് ചോദിക്കും എന്തൊക്കെ ചെയ്യും, ഈവൻ ഫ്രഷറാണോ എക്സ്പീരിയൻസ്ഡ് ആണോ എന്നല്ല, അയാൾക്ക് എന്തൊക്കെ അറിയാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വരുമ്പോൾ നമ്മൾ ചോദിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ടുണ്ട്, മറ്റെന്തെങ്കിലും അറിയാമോ, ഈവൻ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ അറിയാം, അപ്പോൾ ഒക്കെ അറിയാം എന്ന് പറയുന്ന ആളുണ്ട്, പറയാത്ത ആളുകളുണ്ട്. ഈവൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാം. ചില ആളുകൾക്ക് സാർ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യും, അതിൻ്റെ എല്ലാം ഈ പറയുന്ന മെറ്റ, ഗൂഗിൾ, മറ്റ് സോഷ്യൽ മീഡിയാസിലെല്ലാം എനിക്ക് ആഡുകൾ ചെയ്യാൻ അറിയാം, അതിനോടൊപ്പം എനിക്ക് ഇന്ന സോഫ്റ്റ്വെയർ വെച്ച് എനിക്ക് പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യുവാൻ ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഇല്ലിസ്ട്രേറ്റർ, ഈ പറയുന്ന മറ്റേതെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന ഒരുപാട് ഈ സോഫ്റ്റ്വെയർസ് ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. മറ്റു ചില ആളുകൾ പറയും എനിക്ക് എഡിറ്റിംഗ് അറിയാം, അപ്പോൾ അവർക്ക് പറയുന്ന അഡോബ്, പ്രീമിയർ പ്രോ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ഒക്കെ അറിയാവുന്നത്. അപ്പോൾ ഒരാളത്തിന് ചിലപ്പോൾ നമുക്ക് കിട്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാം, പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യാൻ അറിയാം, ഈവൻ വീഡിയോ എഡിറ്റേഴ്സിന് അറിയാം. ചില ആളുകൾ ഞാൻ സാർ ഇതന്നെ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ എനിക്ക് നന്നായിട്ട് പ്രസൻറ്റേഷൻ സ്കില്ലും ഉണ്ടെന്ന് പറയും. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ സ്കില്ലുള്ള ഒരാളെ നമ്മൾ ഹയർ ചെയ്യും. ഇപ്പം ഞാനെന്നല്ല, ഏതൊരു കമ്പനിയും ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആകുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഹയർ ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോൾ ഈ കമ്പനികൾ ഇതൊക്കെ ചെയ്യാൻ ആളുകളുണ്ടാവും. ഇപ്പോൾ ഈവൻ വീഡിയോ എഡിറ്റർ ഉണ്ടാവും, ഈ പറയുന്ന ഡിസൈനർ ഉണ്ടാവും, എഡിറ്റർ എല്ലാം സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് ഒരാൾക്ക് ഈ സ്കില്ലെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ അയാൾക്ക് അറിയാൻ പറ്റും. ഒരു ആഡ് ചെയ്യുമ്പോൾ അയാൾ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാളെ കയ്യിൽ കൊടുത്തിട്ടാണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അത് ബെറ്റർ ആയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഗൂഗിൾ ആഡ് ചെയ്യുന്ന സമയത്താണെങ്കിലോ അല്ലെങ്കിൽ പറയുന്ന വീഡിയോ എഡിറ്റർ ആണെങ്കിൽ ഈ പറയുന്ന അയാൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗും അറിയെങ്കിൽ എങ്ങനത്തെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ എങ്ങനത്തെ ഒരു പോസ്റ്റർ ആളുകളിലേക്ക് എത്തിയാലാണ് ഇതിന് റീച്ച് ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ അതിനകത്ത് കൂടുതൽ ലീഡ്സ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് ചിലപ്പോൾ ഒരു എഡിറ്റർക്ക് അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ അയാൾക്ക് അതിനെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആക്കി പുറത്തേക്ക് വിടാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ സ്കില്ലുള്ള ആളുകളെയാണ് കൂടുതലും കമ്പനികൾ ഇന്നത്തെ കാലത്ത് ഹയർ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയും കൂടെ നമുക്ക് ഇപ്പോൾ ഈവൻ ഒരു സ്ഥലത്ത് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമാണ് പഠിക്കുന്നെങ്കിലും നമ്മൾ പാരലി ഇങ്ങനത്തെ സ്കില്ലുണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. നമ്മൾ വെറുതെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കാതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കുമ്പോൾ എപ്പോഴും പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. നമുക്കറിയാം നമ്മൾ ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങിയ പല ആളുകളും പല ഇൻഡസ്ട്രീസിലോട്ടാണ് പോകുന്നത്. ഈ ഒട്ടുമിക്ക ആളുകളും അല്ലെങ്കിൽ ഒട്ടുമിക്ക ബിസിനസ് ഓണേഴ്സും പല ഏജൻസികളെയൊക്കെ ഏൽപ്പിക്കുമായിരുന്നു. ഇപ്പോൾ ഈവൻ നമ്മളാണെങ്കിൽ തന്നെ ഒരു ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഈ പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. എനിക്കൊന്ന് ഒരു 70-80% കമ്പനികളും സ്വന്തമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമുകളെ ഇൻഹൗസ് വെച്ചിട്ട് അവരാണ് ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന പല ഇൻഡസ്ട്രിയിലേക്കായിരിക്കാം.
ഈവൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിലേക്ക് പോകുന്ന ആളുകളുണ്ടാവും. അവിടെ പോകുമ്പോൾ അവർ ഈ പറയുന്ന വർക്കുകൾ ചെയ്യുന്ന പല പല ആളുകളുടെ അല്ലെങ്കിൽ പല പല ഇൻഡസ്ട്രികളുടെ വർക്കുകളായിരിക്കും. ഈവൻ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി ആവാം, എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ആവാം, ബിൽഡേഴ്സ് ആവാം, ഹോട്ടൽസ് ആവാം, ടെക്സ്റ്റൈൽസ് ആവും. അങ്ങനെ പല മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ നമുക്കറിയാം. ഏതൊരു ബിസിനസ് സ്ഥാപനത്തിലും ഇന്ന് ഈ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്ന സമയത്ത് ഇത് പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം. എന്ന് വെച്ചാൽ ഒരു 3, 4, 5 ബിസിനസ് എടുത്ത് ഈ ബിസിനസ്സിൽ ഇത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സുകാർക്ക് എങ്ങനെയാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ള ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിത് പഠിക്കാൻ. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിത് പഠിക്കുന്ന സമയത്ത് ഈ മൾട്ടിപ്പിൾ ആയിട്ട് ഇപ്പോൾ ആദ്യയുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് പഠിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പറയുന്ന പോസ്റ്റർ ഡിസൈനിങ്, അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് നമ്മൾ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് പഠിക്കുന്നുണ്ട്. അതിലുപരി നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റർ എന്നുള്ളതിലുപരി നമ്മളൊരു ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിലേക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുകളാണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു കമ്പനിയിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. കാരണം അത്ര അധികം ആളുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുവട്ടുള്ള ഒരുപാട് ആളുകൾ ഇത് പഠിച്ച് എല്ലാവരുടെയും സീവിക്കകത്തുണ്ടാകും എന്താണ് കോഴ്സ് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇങ്ങനൊരു വെറും ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു കോഴ്സ് എന്നുള്ള ഉപരി നമ്മളൊരു ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് ആവാനുള്ള മൾട്ടിപ്പിൾ ഈ പറയുന്ന ബിസിനസ്സുകൾ ഒരു പ്രൊജക്റ്റായിട്ട് കണ്ട് അതിനെ സ്റ്റഡി ചെയ്ത് പഠിക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഈസി അവർക്ക് ജോലിയിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ്. സത്യത്തിൽ നമ്മൾ വെറുതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരുപാട് ആളുകൾ നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കുന്നുണ്ട്. ഈ കോഴ്സ് പഠിച്ചിട്ട് പല ആളുകളും വെറുതെ നടക്കുകയാണ്. കാരണം ഇന്നത്തെ കാലത്ത് വെറും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് കമ്പനികൾക്ക് കാര്യമില്ല. കാരണം ഏതൊരു കമ്പനി എടുക്കുകയാണെങ്കിലും നമുക്കറിയാം അവിടെയൊക്കെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഉണ്ട്, അത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്നാൽ നമുക്ക് മൾട്ടിപ്പിൾ സ്കില്ലില്ല എന്നുണ്ടെങ്കിൽ, എനിക്ക് വെറും ഗൂഗിൾ ആഡും അതുപോലെ തന്നെ ഈ പറയുന്ന മെറ്റാ ആഡും മാത്രമേ ചെയ്യാൻ അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല. നമുക്ക് മൾട്ടിപ്പിൾ സ്കില്ലുകൾ ഒരു കമ്പനി ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് തന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്നത്തെ കാലത്ത് ഓപ്പർച്യൂണിറ്റി ഭയങ്കരമാണ്. ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ.